വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ഈ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സൺഡേ വ്ളോഗാണ്. പക്ഷേ നമ്മളിത് എപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നൊന്നും അറിയില്ല. കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം തന്നെ നെറ്റ്വർക്കിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം അപ്ലോഡിങ്ങിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് ചെറിയ ചെറിയ കാരണങ്ങൾ കാരണം കൊണ്ട് ചിലപ്പോൾ നമ്മളിത് എപ്പോഴും അപ്ലോഡ് ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല, ഇന്ന് സൺഡേ കാരണം കൊണ്ട് തന്നെ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച മാവാണ്. നമ്മൾ മിക്കവാറും അങ്ങനെയാണല്ലോ ചെയ്യാറ്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച മാവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കിച്ചുവിനാണെങ്കിൽ ഇഡ്ഡലി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. അവൻ ഇന്നലെയും കൂടി പറഞ്ഞു, അമ്മ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. മാവ് കണ്ടപ്പോൾ തന്നെ അവൻ പറഞ്ഞു ഇഡ്ഡലി ഉണ്ടാക്കിയാൽ മതിയെന്ന്. അപ്പം എന്നാ ശരി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ തന്നെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ പുറത്താണെന്നുണ്ടെങ്കിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലായിടത്തും നല്ല മഴയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടെയൊക്കെ പിടുത്തം വിട്ട മഴയാണ് കേട്ടോ. മഴയ്ക്കൊന്നും ഒരു കുറവും കാണാനില്ല, നല്ല മഴ തന്നെയാണ്. അപ്പം എന്നാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഈ ഇഡ്ഡലി തട്ടിലൊക്കെ എണ്ണയൊക്കെ ഒന്ന് തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് മാവൊക്കെ കുറച്ച് ശേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗ്യാസ് പിന്നെ വന്നിട്ടില്ലാത്ത കാരണം തന്നെ അടുപ്പിലാണ് വെക്കുന്നത്. പിന്നെ ചോറും കറിയൊക്കെ ഒന്ന് മെല്ലെ വെച്ചാൽ മതി. സൺഡേ ആണല്ലോ, ആർക്കും ഒരു പണിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടന് വർക്കില്ല, കിച്ചുവിന് സ്കൂളില്ല. അത് കാരണം കൊണ്ടൊക്കെ നമുക്ക് മെല്ലെ വെച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് പലഹാരം ഉണ്ടാക്കാൻ തന്നെ കാരണം. അല്ലെങ്കിൽ പിന്നെ രാവിലെ നമ്മൾ സ്കൂളിലുള്ള സമയത്തൊക്കെ തിക്കും തിരക്കിലും പലഹാരം ഉണ്ടാക്കലൊന്നും നടക്കില്ല കേട്ടോ. ഒരടുപ്പിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇഡ്ഡലിക്കുള്ള വെള്ളമൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ തിളച്ച് ഒന്ന് സൗണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ, തിളയ്ക്കുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ വേഗം ഈ മാവൊക്കെ ഒഴിച്ചടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രണ്ടുപേരും നീച്ചിട്ടൊന്നുമില്ല ഈ ഒരു സമയത്ത്. ഞാനും കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ നീച്ചത്. ഒരു 6-7 മണിയൊക്കെ ആവാറുമ്പോൾ തന്നെയാണ് ഞാൻ നീച്ചത്. കാരണം തിരക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ ഞാൻ ഈ വോയിസ് പറയുന്ന സമയത്തൊക്കെ നല്ലൊരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടാവും. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഭയങ്കര പാടാണ്. എഡിറ്റ് ചെയ്യാനില്ല, അങ്ങനെ വോയിസ് പറയാനും നല്ല പാടാണ് കേട്ടോ. ഈ സൗണ്ടൊക്കെ കാരണം കൊണ്ട് ഒരുപാട് അലപ്പാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയും ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഇഡ്ഡലി തട്ടിലേക്ക് മാവൊക്കെ ഒന്ന് ഒഴിച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ 2 തട്ടാണ് വെക്കാനായിട്ട് പറ്റുള്ളൂ, 3 ഒരുമിച്ച് വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2 വേഗം ആക്കി വെച്ചിട്ടുണ്ട്. ഇത് 3 മാവാക്കി വെക്കുന്നുണ്ട്, പക്ഷെ 2 ഇപ്പോൾ അടുപ്പത്ത് കൊണ്ടു വെക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇഡ്ഡലിയുടെ മാവൊക്കെ അടുപ്പത്ത് കൊണ്ട് വെക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തീയൊക്കെ എന്നെ കത്തുന്നൊക്കെ ഉണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. മഴയൊന്നും കൊള്ളാത്ത ഒരു രീതിയിലാണ് ഞാൻ വിറകൊക്കെ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീയൊക്കെ കത്താനായിട്ട് ഇപ്പോൾ പ്രയാസമൊന്നും കാണാനില്ല കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് എന്താവുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കെട്ടിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ കത്തണത്, ഇടയ്ക്ക് കെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇഡ്ഡലിക്ക് ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാമ്പാറൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തേങ്ങ വെട്ടിക്കൊണ്ടിരിക്കണമെന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പക്ഷേ തേങ്ങ വെട്ടാൻ ഞാൻ പഠിച്ചു. പക്ഷേ 1 മണിക്കൂറൊക്കെ എടുക്കും, കുറച്ച് നേരം പിടിക്കും തേങ്ങ ഇത് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്, ഞാൻ മെല്ലെ വെട്ടുള്ളൂ കേട്ടോ. ഉറക്കം വെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിലങ്ങനെ തട്ടിയാലൊന്നും പേടിച്ചിട്ടാണ് ഞാൻ മെല്ലെ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഒരുപാട് സമയം പിടിക്കും. ഞാൻ ഈ തേങ്ങ വെട്ടലൊക്കെ ഇപ്പോഴാണ് കേട്ടോ പഠിച്ചിറക്കണത്. പിന്നെ എനിക്ക് തേങ്ങ പൊളിക്കാൻ എനിക്കറിയില്ല കേട്ടോ. തേങ്ങ പൊളിക്കുമല്ലോ, അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം പിടിക്കും കേട്ടോ. നമ്മുടെ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും അപ്പം നടക്കില്ല. അപ്പോൾ തേങ്ങയൊക്കെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം വെട്ടി 2 എടുത്തു കേട്ടോ. ആ വെള്ളം ഞാൻ കുടിച്ചു കേട്ടോ. എനിക്ക് തേങ്ങ വെള്ളം കുടിക്കാൻ നല്ല ഇഷ്ടമാണ്. കിച്ചും തുമ്പിയൊന്നും അങ്ങനെ തേങ്ങ വെള്ളം കുടിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചൊന്നുമില്ല കേട്ടോ. അവർക്കൊന്നും അത്ര ഇഷ്ടമൊന്നുമല്ല തേങ്ങ വെള്ളം കുടിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേങ്ങ വെള്ളം കുടിക്കാൻ. അപ്പോൾ അങ്ങനെ ഇഡ്ഡലിയൊക്കെ ആദ്യത്തെ ട്രിപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്നെടുത്ത് പാത്രത്തിലേക്ക് ആക്കി വെക്കുകയാണ്. അപ്പോൾ സ്പൂണും കൊണ്ട് എന്തിനിങ്ങനെ ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. നമ്മൾ ഒന്ന് സ്പൂണും കൊണ്ടൊന്ന് വെറുതെ ഒന്ന് ഇളക്കി കൊടുത്താലാണ് കേട്ടോ അത് വരുള്ളൂ. അല്ലെങ്കിൽ അതുകൊണ്ട് ഒട്ടി പിടിച്ചിട്ടിരിക്കും കേട്ടോ. പാത്രത്തിലൊന്നും വലിയ കാര്യമായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടിരിക്കില്ല. നമ്മളൊന്ന് അടർത്തിയൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇരിക്കുകയൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മളതിനൊന്ന് ഇളക്കാനായിട്ട് സഹായിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ അടുപ്പിൽ നിന്ന് ഇങ്ങനെ എടുത്തു വിടുമ്പോൾ തന്നെ കൊട്ടിക്കഴിഞ്ഞാലൊന്നും ഇഡ്ഡലി വരില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് സ്റ്റീലാവുക കാരണം കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. ചിലതിന് അലുമിനിയത്തിൻ്റെ തട്ടൊക്കെ ഉണ്ടാവില്ല, അതിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കൊട്ടി കഴിഞ്ഞാലൊക്കെ വരും തോന്നുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റീലിൽ അങ്ങനെ വരില്ല കേട്ടോ. എണ്ണയും കാര്യങ്ങളൊക്കെ തേച്ചിട്ട് തന്നെയാണ് ആക്കണേ, എന്നാലും അങ്ങനെ കൊട്ടി വിടുമ്പോൾ തന്നെ ഒന്നും വരില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ചെയ്തത്.
അപ്പോൾ ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് ചട്നി എന്നാൽ വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കണ ആ ഗ്യാപ്പിൽ തന്നെ വേഗം തേങ്ങയൊക്കെ ചിരകി എടുത്ത് 2 പച്ചമുളകൊക്കെ കൂട്ടിയിട്ട് അരച്ചിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും കാണിച്ചില്ല എന്നേ ഉള്ളൂ. ആ ഗ്യാപ്പിൽ വേഗം ഇഡ്ഡലി ആവും ചെയ്തു, തേങ്ങ അരച്ചെടുക്കുകയും ചെയ്തു കേട്ടോ. കാരണം നമുക്ക് അടുപ്പ് എങ്ങാനും കെട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല പാടാണ് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോന്നിൻ്റെ പിന്നാലെ പുറകെ എന്താ പറയുക വേഗം വേഗം തന്നെ എല്ലാം ചെയ്യണം. ഇഡ്ഡലി പാത്രം ഇറക്കി വിടുമ്പോൾ തന്നെ ചട്ടി കയറ്റി വെച്ച് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഇറക്കി വിടുമ്പോൾ വേണം നമുക്ക് ചോറും കാലം കയറ്റി വയ്ക്കാൻ, ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊക്കെ ധൃതി പിടിച്ചിട്ടൊക്കെ ചെയ്യണത്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട് എടുക്കാനൊക്കെ. അതൊക്കെ ഒന്ന് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. കാരണം നമ്മുടെ സാഹചര്യം അങ്ങനെയാണ്. അത് കാരണം കൊണ്ടാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല. കാരണം ഇതൊരു 10-15 മിനിറ്റിൽ കാണുന്ന ഒരു വീഡിയോ അല്ലല്ലോ ശരിക്കും പോലെ അവിടെ നടക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് എടുക്കണുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അവിടെ ഇത് അടുക്കള എന്ന് പറഞ്ഞൊരു യുദ്ധക്കളം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചട്നിയിലൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ചട്നി ഇങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വെക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ അധികം ഒന്നും തിളയ്ക്കേണ്ട ആവശ്യമില്ല ചട്നി എന്ന് പറയുമ്പോൾ. ജസ്റ്റ് ഒന്ന് ഒറ്റൊരു തിളച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ തേങ്ങയൊക്കെ നല്ല കട്ട പോലെ ആയിട്ട് പിന്നെ വെള്ളം പോലെയൊക്കെ ആയിട്ടിരിക്കും കേട്ടോ. വെള്ളം വേറെ പിന്നെ തേങ്ങ വേറെ ആയിട്ട് കിടക്കും. അപ്പോൾ അവിടെ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ചോറും കലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോറ് വയ്ക്കാനും ഒക്കെ ഉണ്ട്. ഇനി ഇതെന്നാണ് ചായക്കുള്ള എടുക്കുന്നത്. ചായ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ. ചോറിന് വെള്ളം തിളച്ചിട്ട് വേണം ചായക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഗ്യാസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു മലക്കം തന്നെയാണ് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇഡ്ഡലി കണ്ടില്ലേ ഒക്കെ റെഡിയായി വന്നിട്ട്, നല്ല പൂ പോലത്തെ ഇഡ്ഡലി കേട്ടോ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നി അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാതും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ നല്ല തിളയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേന് ഞാൻ കാപ്പിപ്പൊടിയും പഞ്ചസാരയൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചായ എന്നാൽ പിന്നെ വെള്ളം കൂടെ ഒഴിക്കല്ലേ വേണ്ടുള്ളൂ കാപ്പിക്കുള്ളത്. അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതോടെ വെള്ളമൊക്കെ കൂടെ ഒഴിക്കണം. പക്ഷെ തിളച്ചിട്ടില്ല കേട്ടോ. ഞാൻ തിളച്ചു എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പലഹാരമൊക്കെ ആയി. നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇരിക്കാൻ കേട്ടോ. ആദ്യം തന്നെ കിച്ചുവിനും തുമ്പിക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. അവരിപ്പോൾ നീച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവർക്ക് നീച്ചിടുമ്പോൾ തന്നെ വിശക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് കൊടുത്തു. കിച്ചു പല്ലും കാര്യങ്ങളൊക്കെ തേച്ച് വന്നു. അവൻ ചായ കുടിക്കാനായിട്ട് ഇരിക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ കഴിക്കാൻ കഴിയുമ്പോൾ ഞങ്ങളും കഴിക്കാനായിട്ട് ഇരുന്നു. പക്ഷെ അവർ കഴിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവർ പിന്നെയും കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ തുമ്പിക്കുട്ടിക്കാണെങ്കിൽ ഇഡ്ഡലി, തുമ്പിക്കാണെങ്കിൽ കിച്ചുവിനാണെങ്കിൽ ഇഡ്ഡലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരിങ്ങനെ ചട്നീനെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കഴിക്കും കേട്ടോ. സാമ്പാറാണെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ്, കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ കൂടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെയാണ് പണി കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം കുറേ ദിവസമായല്ലോ നമ്മൾ വീടൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറാല തട്ടൽ, ചെതൽ തട്ടൽ അതൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചോട്ടെ. ഏതായാലും ഏട്ടന് വർക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നേട്ടടയൊക്കെ ചെയ്തു തരാൻ പറഞ്ഞിട്ട് ഏട്ടൻ മറ്റേ കോലൊക്കെ എടുത്തിട്ട് ചെതലൊക്കെ തട്ടിത്തരുന്നുണ്ട് കേട്ടോ. മാറാലൊക്കെ കളഞ്ഞു എന്നിട്ടാണ് ചെതലെടുക്കണം. ഞാൻ പുറത്ത് ഓരോ പണികളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഇന്ന് വെള്ളം വന്ന ദിവസമായ കാരണം കൊണ്ട് തന്നെ പുറത്ത് ഓരോ പണികളൊക്കെ ആയിരുന്നു. വെള്ളം പിടിക്കലും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് കുറേ കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ ചെതൽ തട്ടൻ്റെ ഉള്ളിൽ വന്നിരുന്നിട്ട് ചിത്രം വരയ്ക്കലും എഴുത്തും കുത്തൊക്കെയാണ് കേട്ടോ. എൻ്റെ കിച്ചു വരച്ച പൂമ്പാറ്റയാണ് കേട്ടത്. അവൻ പൂമ്പാറ്റേനൊക്കെ വരയ്ക്കാനായിട്ട് പഠിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതന്നെ വരച്ചും കൊണ്ടിരിക്കാണ് കേട്ടോ. അവരുടെ അടുത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബുക്കൊന്നും എടുക്കണ്ട, ചെതലൊക്കെ തട്ടി ഇവിടെ വൃത്തിയാക്കിയതിന് ശേഷം പഠിച്ചാൽ മതി, എഴുതിയാൽ മതി എന്നൊന്നും പറഞ്ഞാലൊന്നും കേൾക്കണില്ല കേട്ടോ. അവർക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ കിച്ചുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എഴുതാനും കുത്താനൊക്കെ നല്ല ഇഷ്ടമാണ് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ എഴുതിയും കൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ വരച്ചും കൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. പുറത്തൊന്നും ഇറങ്ങിയിട്ട് കളിക്കണമെന്നില്ല കേട്ടോ. രണ്ടുപേരും അത് പുറത്തേക്കേ ഇറങ്ങണില്ല. അപ്പോൾ എന്താ പറയുക, പുറത്താണെന്നുണ്ടെങ്കിൽ ഇപ്പം മഴയൊക്കെ തോർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവരെന്നാൽ പുറത്ത് പോയി അവരെ കസേരയിൽ പോയിട്ട് ഇരുന്നിട്ട് എഴുതിക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കണില്ല കേട്ടോ. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെതലൊക്കെ തട്ടി കഴിഞ്ഞപ്പോൾ ഏട്ടൻ ഇവിടെയൊക്കെ ഒന്ന് എന്താ പറയുക ഡീസൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആ കുപ്പിയിൽ ഡീസലാണുള്ളത്. ഡീസൽ കുറേ അടിച്ചു കഴിഞ്ഞാൽ ചെതൽ വരില്ല എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങളത് ചെയ്തതാണ് കേട്ടോ. പക്ഷെ എന്നാലും ചെതലൊക്കെ വരും, മൊത്തത്തിൽ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. ചെതൽ വരും, പക്ഷെ കുറച്ച് സമയം എടുത്തിട്ട് വരുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്ന് വരില്ല എന്ന് മാത്രം. അപ്പോൾ ഏട്ടൻ അതങ്ങനെ സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ചെതൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഏട്ടൻ ബാക്ക് വശമൊക്കെ തട്ടാൻ പോയിട്ടോ. ചെതലൊക്കെ തട്ടാനൊക്കെ പോയിട്ടുണ്ട്. ഫ്രണ്ട് ഉമ്മറും ഒക്കെ തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ബാക്ക് വശം തട്ടുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ അകത്തത്തെ വേഗം ആ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇതിനുള്ളിലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ ഓരോന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് ഇവിടെയൊക്കെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ധൃതി പിടിച്ചിട്ട് ഇവിടെ അടിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അവർ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ മണ്ണൊക്കെ ചവിട്ടി, ചെതൽ നല്ല ഉണ്ടായിരുന്നു, ചെതലൊക്കെ നിലത്ത് നിറയെ വീണെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരത് ചവിട്ടിയിട്ട് അതേ നടക്കും, ബെഡിൽ ചവിട്ടി കയറും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വേഗം അതാണ് അടിച്ചെടുക്കുകയാണ്. ചെതൽ തട്ടി കൊടുത്ത് നമ്മൾ എല്ലാ ഭാഗവും അടിച്ചു വരണം, താഴെ മാത്രം അടിച്ചിട്ട് കാര്യമില്ലല്ലോ. ടേബിളിൻ്റെ മേലെയും എന്താ പറയുക പിന്നെ ജനലിൻ്റെ മേലെയും ഒക്കെ അടിച്ചു വരണം കേട്ടോ. നിറയെ പൊടിയും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലായിടത്തും ഞാൻ അടിച്ചെന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുളിക്കാനൊക്കെ ഉണ്ട്. എന്നിട്ട്
ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം സമാധാനത്തിൽ കുളിക്കാൻ. അല്ലെങ്കിൽ പിന്നെ കുളിച്ചിട്ട് ഇതൊന്നും ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് എല്ലാ പണികളും കഴിഞ്ഞിട്ട് കുളിക്കാനാണ് ഇഷ്ടം. അതിന് മുന്നേ എനിക്ക് കുളിക്കണമെന്ന് അത്ര ഇഷ്ടമല്ല കേട്ടോ. പിന്നെയും പണികൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദേഹത്ത് കൂടെ ചളിയാവും, അതൊക്കെ ആവുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണം കേട്ടോ. പിന്നെ ചിലവർ നേരത്തെ കുളിച്ചിട്ട് പണികൾ എടുക്കണവരുണ്ട്. ഞാൻ ആ ഗണത്തിൽ പെട്ടതല്ല കേട്ടോ. അപ്പോൾ അവിടെ അടിക്കലും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അടിച്ചു വാരിയിട്ട് ഞാൻ വീട് മൊത്തം അടിച്ചു വാരി, ഉമ്മറും ഒക്കെ അടിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് തുടയ്ക്കാനായിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഓരോ ഭാഗം ഇട്ട് അടിക്കാനും തുടയ്ക്കാനും നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, വീണ്ടും അതിനനുസരിച്ച് വൃത്തികേടായിക്കൊണ്ടിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഭാഗം എന്താണെന്ന് അറിയില്ല, ബ്ലറായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ബെഡിൻ്റെ മുകളിൽ ഇത്ര നേരം കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, കളിക്കായിരുന്നു. അപ്പോൾ അതൊന്ന് താഴ്ത്തിക്ക് ഇറങ്ങി വന്നിട്ട്, അപ്പോൾ ഞാൻ താഴ്ത്തിക്ക് ഇറങ്ങണ്ടെങ്കിൽ അവിടെ തുടക്കിയല്ലേ, താഴ്ത്തിക്ക് ഇറങ്ങണ്ട, ബെഡിൻ്റെ മേലെ തന്നെ പോയിട്ട് ഇരിക്കുക പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ അവർ വഴിക്ക് വീഴുള്ളൂ. അവർക്ക് എപ്പോഴും ഞാൻ തുടക്കണ സമയത്ത് വഴിക്ക് വീഴൽ പതിവുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ തുടക്കലും അടിക്കലും കുളി നനയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലാസ്റ്റാണ് എന്നിട്ട് കറി വെക്കാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് മുരിങ്ങ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ മുരിങ്ങ ഉപ്പേരി വെക്കുന്ന പറഞ്ഞു, പക്ഷേ കറി വെക്കാനായിട്ട് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചാറ് കറി എന്തെങ്കിലും വേണ്ടതെന്ന് വെച്ചിട്ട് ഇന്ന് മുരിങ്ങ ഒന്ന് കറി വെക്കാം, ഉപ്പേരി ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാൻ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കർ ഞാൻ വെക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരി നന്നായിട്ട് പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുക്കർ വെക്കാത്തത്. പക്ഷേ കുക്കർ വെക്കായില്ല കേട്ടോ. കിച്ചുവിന് സ്കൂളിൽ പോകുന്ന സമയത്ത് എന്താ പറയുക, പയർ വേവിക്കുന്ന കുക്കറിൽ തന്നെയാണ്. പക്ഷേ ഇന്ന് ഞാൻ കുക്കർ എടുത്തില്ല, ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് പരിപ്പ് വേവിക്കാട്ടോ ചെയ്തത്. അപ്പോൾ മുരിങ്ങയുടെ ഇലയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങയുടെ ഇല ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് കഴുകണില്ലേന്ന്, ഞങ്ങൾ കഴുകാറില്ല കേട്ടോ. കാരണം നല്ല തളിരി ഇല നോക്കിയിട്ടേ പൊട്ടിക്കുള്ളൂ. അതിൽ നല്ല വൃത്തികേട് പൊടിയോ മാറാലയോ പിന്നെ അതുപോലെ തന്നെ പുഴുക്കളോ എന്തെങ്കിലും പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഊരുള്ളൂ. നല്ല വൃത്തിയാക്കി തുടച്ച് ഇതാക്കിയിട്ടൊക്കെയാണ് ഊരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴുകേണ്ട ആവശ്യമില്ല. പിന്നെ കഴുകി കഴിഞ്ഞാൽ മുരിങ്ങ എങ്ങനെ കഴുകുക അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കഴുകണമൊന്നുമില്ല കേട്ടോ. പിന്നെ മുരിങ്ങ കഴുകി കഴിഞ്ഞാൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അതിലെങ്ങനെ പ്രാണിയും കാര്യങ്ങളൊക്കെ പോവുക അത് വിചാരിച്ചിട്ടാണ് കേട്ടോ കഴുകാത്തത്. അപ്പോൾ അങ്ങനെ മുരിങ്ങക്കറിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒന്ന് വറുത്തിടണം, അത്ര തന്നെ ഉള്ളൂ. മുരിങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ അതിന് മുന്നേ പപ്പടം കാച്ചിയിട്ട് വറുത്തിടാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പപ്പടമൊക്കെ ഇട്ട് വറക്കുന്നുണ്ട് കേട്ടോ. പപ്പടമാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം നടു മുറിച്ചിട്ട് ആക്കുകയാണ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇങ്ങനെ നടു മുറിച്ചിട്ട് പപ്പടം വറുത്താൽ മതി, അപ്പോൾ കുറേ പപ്പടം ഉണ്ടാവില്ല, അങ്ങനെ കഴിക്കാൻ നല്ല രസമാണ്, ഒന്നും അങ്ങനെ ആയിട്ട് വറക്കണ്ടെന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ 2 പീസാക്കിയിട്ട് വറക്കേണ്ടത്. അതാണെന്നുണ്ടെങ്കിൽ നല്ല പൊള്ളക്കിനുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ പൊള്ളം പോലെ നിൽക്കണത് എനിക്ക് ഇഷ്ടമല്ല. എന്താ പറയുക, ഒരു അവിടെ ഇവിടെയൊക്കെ പൊള്ളം വരണതിന് ഇഷ്ടം, മൊത്തത്തിൽ പൊള്ളക്കണം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇടയിൽ കൂടെ ഒരു കുത്തും കൊടുക്കുന്നുണ്ട്, അപ്പോൾ അത് പൊള്ളക്കില്ലല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ചിലതൊന്നും അങ്ങനെ ആവണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ പപ്പടം വറക്കലും ഒക്കെ തീർന്നു. അപ്പോൾ ഞാനിന്ന് കറി വറുത്തിടാൻ വേണ്ടിയിട്ട് ഉള്ളിയും എന്താ പറയുക വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ആ പപ്പടം വറുത്തിട്ടുണ്ടാകുന്ന എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു. നമ്മൾ എണ്ണ ലാഭിക്കുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് എണ്ണ ലാഭിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അതൊന്നും കണ്ടിട്ട് ആരും ഞാൻ ദാരിദ്ര്യമാണെന്നൊന്നും വിചാരിക്കരുത്. ഒരുവിധ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ലാഭിക്കേണ്ടല്ല അത്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. പക്ഷെ ഞാൻ നല്ലോണം എണ്ണ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കേട്ടോ ഏട്ടൻ പറയുന്നത്. ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോനെ എണ്ണയൊക്കെ ഒഴിക്കണം കേട്ടോ, നല്ല ടേസ്റ്റിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ എങ്ങനെ പറയും ചെയ്യട്ടോ, ലാഭിക്കുന്നൊക്കെ പറയും ചെയ്യട്ടോ. അതൊക്കെ എൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ വറുത്തിട്ടില്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഉള്ളിയും വെളുത്തുള്ളിയുടെ ഒപ്പം കുറച്ച് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെ മുരിങ്ങക്കറിയൊക്കെ ആയിട്ടുണ്ട്, വറുത്തിട്ടിലും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തെന്ന് പറയുമ്പോൾ കോഴിമുട്ട വറക്കണം. അപ്പോൾ കുറച്ച് മുരിങ്ങയുടെ ഇല ഊരിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കോഴിമുട്ടയുടെ ഒപ്പിട്ടിട്ട് വറക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം മുരിങ്ങയിലാണ് കേട്ടോ പ്രേതം കയറി കിടക്കുന്നത്. മുരിങ്ങ കൊണ്ട് കറി, മുരിങ്ങ കൊണ്ട് മുട്ട വറക്കരി, അങ്ങനെ പറഞ്ഞ പോലെ മുരിങ്ങയും കൊണ്ട് തന്നെ കേട്ടോ എല്ലാം ചെയ്യണത്. അപ്പോൾ തീയാണെന്നുണ്ടെങ്കിൽ ഉടുക്കത്തെ നല്ല കത്തുന്നുണ്ട് കേട്ടോ. അത് കരിഞ്ഞ് പൂലെന്ന് വെച്ചിട്ട് ഞാനൊരു കൊള്ളിയൊന്ന് മാറ്റി വെച്ചു. എന്നിട്ട് കോഴിമുട്ടയൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പൊക്കെ ഇട്ടിട്ട് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ട ആദ്യം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ചൂടാക്കി എടുത്തതാണ് കേട്ടോ, നല്ലൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം മുട്ടയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കോഴിമുട്ട ആണെന്നുണ്ടെങ്കിൽ ഏട്ടന് ഇങ്ങനെ കുഞ്ഞിതായിട്ട് കിട്ടണം കേട്ടോ, അങ്ങനെയാണ് ഇഷ്ടം. എനിക്ക് അങ്ങനെ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഇതൊക്കെ ആയിട്ട് വേണം ചോറുണ്ണാനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ട് നല്ല പെരുമഴയാണ് കേട്ടോ. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴയാണ്. ഇങ്ങനെ വീഡിയോയിൽ അങ്ങനെ അറിയുന്നില്ലെങ്കിലും നല്ല മഴയാണ് കേട്ടോ. നല്ല ശബ്ദമുണ്ട്, കാറ്റും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. ഇപ്പം കാറ്റില്ല, കുറച്ച് നേരത്തെ നല്ല കാറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ കിച്ചു കണ്ടില്ലേ, മഴയൊക്കെ കണ്ടിട്ട് പുറത്തങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അകത്തേക്ക് കയറാൻ പറയുമ്പോൾ അവനാണെങ്കിൽ കേൾക്കണേ ഇല്ല, ഞാൻ കുറച്ച് നേരം ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.